ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. LP-UP സിലബസ് എങ്ങനെ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ട് എക്സാം എഴുതാം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കും ഇത്. കാരണം നമ്മുടെ മുന്നിൽ വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അപ്പോൾ കുറച്ച് സമയം കൊണ്ട് കൂടുതൽ പഠിക്കാനുള്ള വഴികളാണ് നിങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പഠന സമയത്തിലെ വിലപ്പെട്ട സമയം ഒരുപാടൊന്നും ഞാൻ കളയുന്നില്ല. വളരെ കുറച്ച് സമയം കൊണ്ട് കൂടുതൽ പഠിക്കാനുള്ള ഒരു വഴിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. LP-UP സിലബസിലെ കേരള ചരിത്രം മുഴുവൻ വെറും 2 മണിക്കൂർ കൊണ്ട് പഠിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ വിശ്വസിച്ചേ പറ്റൂ കേട്ടോ. ഈ 2 മണിക്കൂർ കൊണ്ട് പഠിച്ചു കഴിഞ്ഞവർക്കാണെങ്കിൽ റിവിഷനും നടക്കും, പഠിക്കാത്തവർക്കാണെങ്കിൽ സിലബസ് ഒന്ന് കവർ ചെയ്ത് പോയി എന്നുള്ളൊരു സമാധാനവും കിട്ടും. ആ സമാധാനം നിങ്ങൾക്ക് നൽകുന്നത് നല്ലൊരു റാങ്ക് ആയിരിക്കും. കാരണം നമ്മൾ വളരെ കൂളായിട്ടിരുന്ന് എക്സാം എഴുതുമ്പോൾ നമുക്ക് നമ്മുടെ പ്രസൻസ് ഓഫ് മൈൻഡ് വളരെ നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും. അതേസമയം ഞാൻ സിലബസ് ഒന്ന് നോക്കുക പോലും ചെയ്തില്ലല്ലോ, അറ്റ്ലീസ്റ്റ് ഒന്ന് മറച്ചെങ്കിലും ചെയ്തില്ലല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് കോൺഫിഡൻസ് കുറയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നെഗറ്റീവ് മാർക്ക് ഉണ്ടാവാനുള്ള സാധ്യത കൂടും. അപ്പോൾ ഇവിടെ ഞാൻ പറയുന്നത് LP-UP സിലബസിലെ കേരള ചരിത്രം മുഴുവൻ വെറും 2 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. റിവിഷനായിട്ട് ഉപയോഗിക്കുന്നവർക്ക് വളരെ യൂസ്ഫുള്ളാണ്. മറ്റുള്ളവർക്ക് സിലബസ് ഒന്ന് കവർ ചെയ്ത് പോകാനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ പിന്നെ ഓപ്ഷൻ കാണുമ്പോൾ ആൻസർ കിട്ടും. ഇനി ഇതിനുള്ള സമയമേ നമ്മുടെ കയ്യിലുള്ളൂ. ചിലർ ചോദിക്കാറുണ്ട്, ഈ ഒരു 2 മണിക്കൂർ പഠിച്ചിട്ട് ഇതിൽ എന്ത് കിട്ടാനാ? പക്ഷേ ഈ 2 മണിക്കൂർ ഇതെങ്കിലും നിങ്ങൾ പഠിക്കണ്ടേ? അല്ലാതെ വെറുതെ ചിന്തിച്ചിരുന്ന സമയം കളയുന്നതിനേക്കാൾ ഒരുപാട് നല്ലതല്ലേ? ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് പറയാം. നമ്മുടെ ചാനലിൽ നമ്മൾ സിലബസ് പൂർണ്ണമായിട്ടും കവർ ചെയ്യുന്ന രീതിയിൽ ക്ലാസ്സുകൾ ചെയ്തിരുന്നു. അതിൽ നമ്മൾ കേരള ചരിത്രം നമ്മൾ വെറും 2 മണിക്കൂർ കൊണ്ടാണ് കവർ ചെയ്തിട്ടുള്ളത്. 7 വീഡിയോസാണ് നമ്മൾ കേരള ചരിത്രത്തിന് വേണ്ടി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ഈ 7 വീഡിയോസിൽ ഒരു വീഡിയോ മോക്ക് ടെസ്റ്റാണ്. ഓക്കെ, ബാക്കി 6 വീഡിയോയും ടോപ്പിക്സ് കവർ ചെയ്യുന്നതാണ്. അപ്പോൾ 7 വീഡിയോ അടക്കം, അതായത് മോക്ക് ടെസ്റ്റ് അടക്കമുള്ള ഈ 7 വീഡിയോസ് നിങ്ങൾ കേൾക്കാനായിട്ട് നിങ്ങൾക്ക് വേണ്ടി വരുന്നത് വെറും 2 മണിക്കൂറാണ്. ഈ 2 മണിക്കൂർ നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ഇത് പഠിച്ചു പോകും. ഓക്കെ, മുൻപ് നിങ്ങൾ പല ക്ലാസ്സുകളിലും പല എക്സാംസിനും വേണ്ടി പഠിച്ചിട്ടുള്ളവയാണ്. ഒന്ന് റിവൈസ് ചെയ്യുക എന്നതാണ് നമ്മുടെ ഉദ്ദേശം. ഓക്കെ, ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ അത് മനസ്സിൽ ഉറപ്പിക്കാനും ഈ വീഡിയോസ് സഹായിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധാരണ ഒരു യൂട്യൂബ് മാത്രം എടുത്ത് പഠിക്കുന്നവരാണെങ്കിൽ തന്നെയും നിങ്ങൾക്ക് മനസ്സിലാവും ആ യൂട്യൂബിൻ്റെ അടിയിൽ വരുന്ന കമൻസും അല്ലെങ്കിൽ അതിൻ്റെ റെസ്പോൺസൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരുപാട് പേര് LP-UPക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ടെന്നുള്ളത്. ഓക്കെ, അപ്പോൾ കോമ്പറ്റീഷൻസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ കൂടുതലായിരിക്കും. എന്നാൽ ഇതിൽ എല്ലാവരും തന്നെ ഫുള്ളായിട്ട് സിലബസ് കവർ ചെയ്തവരാവണമെന്ന് ഇല്ല. അതുകൊണ്ട് നിങ്ങളെക്കുറിച്ച് സ്വന്തമായിട്ട് നെഗറ്റീവ് വിചാരിച്ചിരിക്കാതെ ആ നേരം കൂടി ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ തലയിലേക്ക് കയറാവുന്ന രീതിയിൽ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇനിയുള്ള സമയം വളരെ ക്രൂഷ്യലാണ്. അതുകൊണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം, നിങ്ങൾ എൻ്റെ ചാനലിൽ പ്ലേലിസ്റ്റിൽ പോയിട്ട് ഈ 7 വീഡിയോസും തപ്പി കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് സമയം കുറച്ച് വേണ്ടി വരും അല്ലേ? അപ്പോൾ അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, കേരള ചരിത്രം LP-UPയുടെ മാത്രമായിട്ട് ഈ 7 വീഡിയോസ് മാത്രം ഉൾക്കൊള്ളുന്ന ഒരു പ്ലേലിസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്യാം. ആ പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് നമ്മുടെ പ്ലേലിസ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ കാണാം. മാത്രമല്ല ഞാൻ അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്ത് വയ്ക്കുകയും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാമല്ലോ. കാരണം അത് തപ്പിയെടുക്കുന്ന സമയം പോലും നിങ്ങൾക്ക് നഷ്ടപ്പെടരുത് എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും വിജയാശംസകൾ ആദ്യമേ തന്നെ നേരാണ്. താങ്ക് യു.